ദാരിദ്ര്യത്തെ പോലും ഇല്ലാതാക്കാൻ മനസ്സു നിറഞ്ഞ ഭക്തി കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരിടത്ത് സാധുവായിട്ടുള്ള ഒരു ബ്രാഹ്മണനായി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. ഭിക്ഷയാചിച്ച് കിട്ടുന്നത് കൊണ്ടൊക്കെയാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. എന്നാലും എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച വ്രതം അദ്ദേഹത്തിന്റെ കുടുംബം മുടക്കാതെ എടുത്തിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ ദിവസം ഒരു പിടിയരിയും ഒരു കൂവളത്തിലയും മഹാദേവനെ സമർപ്പിച്ചിരുന്നു നേദ്യമായിട്ട്. മഹാദേവന്റെ തികഞ്ഞ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. അപ്പം ഈ അടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയും ഈ ദരിദ്രനായിരുന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കാരണം അവനാന് തന്നെ കഴിക്കാനായിട്ട് ഒന്നും കിട്ടണില്ല, അപ്പോഴാണോ ഭഗവാനെ നേദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കളിയാക്കൂട്ടോ. പക്ഷെ ഇദ്ദേഹം അതൊന്നും കേൾക്കില്ല. ഇദ്ദേഹത്തിന് സാധിക്കുന്ന പോലെ ആ നേദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തുടർന്നുകൊണ്ട് പോന്നു. അങ്ങനെ ഇരിക്കെ ഭക്തിയുടെ ഒരു മാസം വന്നെത്തി, ഒരു ശ്രാവണ മാസം. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ധനികരായവരെല്ലാം വളരെ കേമമായിട്ട് തന്നെ പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഭഗവാനെ നേദിക്കും. അതേപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ ദാനം ചെയ്ത് അന്നദാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പം ഇദ്ദേഹത്തിനും ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് ഭക്ഷണം ദാനം ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കെ ഭിക്ഷയാചിച്ചുകൊണ്ട് കുറച്ച് അരി കിട്ടി, കുറച്ച് പരിപ്പ്, അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇല്ലാത്തവർക്ക് ദാനം ചെയ്യാം, കുറച്ച് ഭഗവാനെ നേദിക്കാമെന്ന് അദ്ദേഹം തൻ്റെ പത്നിയോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് തന്നെ കഴിക്കാനുള്ളതില്ല, നമുക്കും കുട്ടികൾക്കും, അപ്പോൾ പിന്നെ ദാനം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയാണ്. അത് സാധിക്കില്ലല്ലോ എന്നാണ് ആ പത്നി ചോദിക്കണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതൊക്കെ ഒരുപാടൊന്നും നമുക്ക് വേണമെന്നില്ല, കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് മഹാദേവനും പാർവതി ദേവിയും തന്നെയാണെങ്കിലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം പിന്നെ അവരൊന്നും മിണ്ടിയില്ല കേട്ടോ. ഭക്ഷണമൊക്കെ വേഗം പാചകം ചെയ്തു. പക്ഷെ ആരും ഒന്നും കഴിച്ചില്ല, കാരണം ദാനം ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ വിശന്നിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാതിലൊരു മുട്ട് കേൾക്കുന്നത്. പോയി തുറന്നു നോക്കിയപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ വൃദ്ധയായിട്ടുള്ള പത്നിയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനായിട്ടെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പാചകം ചെയ്തിട്ടുള്ള കുറച്ച് ഭക്ഷണമേ ഉള്ളൂ കേട്ടോ. അത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് ഈ വന്ന വൃദ്ധർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഓരോ പിടി ഇതിങ്ങനെ കഴിക്കുന്ന സമയത്തും ഇവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടോ. ആ പ്രായം കൂടിയതൊക്കെ ഇങ്ങനെ ചെറുപ്പമായി വന്നിട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം അതിശയിച്ചു പോയി. വന്നത് സാക്ഷാൽ പരമശിവനും ശ്രീ പാർവതി ദേവിയും ആയിരുന്നു. അത് കണ്ടപ്പോൾ നമസ്കരിച്ചു ഇദ്ദേഹം. അവർക്കാണെങ്കിലും നല്ല സന്തോഷമായി. ഈ ഭക്തന്റെ ആ മനസ്സു നിറഞ്ഞ ഭക്തിയിലും സമർപ്പണ മനോഭാവത്തിലും അവർ സന്തുഷ്ടരായി തീർന്നു. എന്നിട്ട് അനുഗ്രഹിക്കുകയാണ്. മനസ്സിൽ നിറഞ്ഞ ഭക്തിയുണ്ടെങ്കിൽ ദാരിദ്ര്യം പോലും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പാഠം എല്ലാവർക്കും മനസ്സിലായി. കാരണം ആ ഗ്രാമവാസികൾക്കെല്ലാം അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ധനികനായി. എല്ലാവരും ഇദ്ദേഹത്തെ ആദരിക്കാനായിട്ട് തുടങ്ങി, ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാനായിട്ട് തുടങ്ങി.